മാർത്തോമാ സഭയായി മുതിർന്ന പൗരന്മാർക്കു വേണ്ടി നമ്മുടെ ചർച്ച് കലണ്ടറിൽ വേർതിരിച്ചിരിക്കുന്ന ഒരു പ്രത്യേക ദിവസമാണ്. നമ്മുടെ കലണ്ടറിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പദപ്രയോഗം സീനിയർ സിറ്റിസൺ സൺഡേ, മുതിർന്ന പൗരന്മാർ, മോഡൽസ് ഓഫ് ഗോഡ്സ് റൈച്ചസ്നെസ്. ഇന്നത്തേക്ക് നമുക്ക് സുവിശേഷ ഭാഗമായി, ഏവൻഗേലിയോൻ ഭാഗമായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് പ്രത്യേക ചിന്താവിഷയമായി, ആധാരമായി നൽകിയിരിക്കുന്നത്. ആ വേദഭാഗം ഞാനൊന്ന് വായിക്കുകയാണ്. യെരുശലേമിൽ ശിമെയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുൻപേ മരണം കാണുകയില്ല എന്ന പരിശുദ്ധാത്മാവിനാൽ അവൻ അരുളപ്പാടും ഉണ്ടായിരുന്നു. അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിൽ ചെന്നു. യേശു എന്ന പൈതലിനു വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ചട്ടപ്രകാരം ചെയ്യുവാൻ അമ്മയപ്പന്മാർ അവനെ അകത്തു കൊണ്ടിരുന്നപ്പോൾ അവനെ കയ്യിലേന്തി ദൈവത്തെ പുകഴ്ത്തി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെ മേലും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമെയോൻ അവരെ അനുഗ്രഹിച്ചു. അവൻ്റെ അമ്മയായ മറിയോട്, നീ അനേക ഹൃദയങ്ങളെ വിചാരം വെളിപ്പെടുത്തേണ്ടതിന് ഇവനെ ഇസ്രായേൽ പലരുടെയും വീഴ്ചയ്ക്ക് എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീട്ടിലെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും കൂടെ അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. ഒരു വാക്ക് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രായഭേദമന്യേ, സ്ഥാനഭേദമന്യേ, എല്ലായ്പ്പോഴും ഞങ്ങളെ കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വിലയേറിയ ആലോചനകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾക്കും യൗവനക്കാർക്കും പ്രായമുള്ളവർക്കും ഒരുപോലെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഞങ്ങളെ കാക്കുന്ന ദൈവത്തോടൊപ്പം ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രായാധിക്യത്തിൽ അവരെ ധൈര്യപ്പെടുത്തുവാനുമുള്ള നല്ല ചിന്തകൾ ഞങ്ങൾക്കും അവിടുത്തെ മക്കൾക്കും നൽകണമേ. പുത്രന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കൈക്കൊള്ളുമാറാകണമേ. ആമീൻ. വളരെ കൃതാർത്ഥതയോടുകൂടെയാണ് DSMCയുടെ
മാധ്യമത്തിൽ കൂടെ പ്രിയപ്പെട്ട എല്ലാവരെയും ഒരുപക്ഷെ നേരിൽ കണ്ടുകൊണ്ട് സംസാരിപ്പാൻ, ഇടപഴകുവാൻ ദൈവം തന്നിരിക്കുന്ന ഈ വളരെ വിലപ്പെട്ട സന്ദർഭം സർവശക്തനാകുന്ന ദൈവം തമ്പുരാനോടും പല സ്ഥലങ്ങളിൽ ഇത് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോടും ഞാൻ കടപ്പെട്ടവനും ദൈവത്തോട് നന്ദിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുന്നു. ഇന്ന് വായിച്ച വേദഭാഗങ്ങളിൽ 2 ചെറിയ തലക്കെട്ടുകളാണ് പ്രത്യേകിച്ച് നമുക്ക് ചിന്താവിഷയമായിട്ടുള്ളത്. ആദ്യത്തേത് ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം. ബൈബിളിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷയിൽ തലക്കെട്ട് കൊടുത്തിരിക്കുന്ന ഭാഗം കൂടെ നമ്മൾ ചേർത്ത് ചിന്തിക്കുന്നത് വളരെ അഭികാമ്യമാണ്. എ ഡ്രീം റിയലൈസ്ഡ്. ശിമയോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മളിവിടെ വായിച്ചപ്പോൾ 2-ാം അധ്യായം 25 മുതൽ 35 വരെയുള്ള ഭാഗമാണ്. രണ്ടാമതായിട്ട് ഒരു സ്ത്രീയെക്കുറിച്ചാണ്. ഹന്ന എന്നാണ് പേര്. അതിനുപയോഗിക്കുന്നതായ സംജ്ഞ അല്ലെങ്കിൽ പദപ്രയോഗം എ ലവ്ലി ഓൾഡ് ഏജ്, ഒരു ഉദാത്തമായ ജീവിത സായാഹ്നം. ഹന്ന, അതും 36 മുതൽ 39 വരെയുള്ള ചെറിയ അല്ലെങ്കിൽ 2-3 വാക്കുകളേ ഉള്ളൂ. ഈ 2 പേർക്കും പ്രധാനമായി പല സമാനതകളുണ്ട്. സമാനതകളെന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് യഹൂദന്മാർ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു ജാതി, ചോസൻ പീപ്പിൾ എന്നൊക്കെയാണല്ലോ പറയുന്നത്. അവർക്ക് ഒരു മശിഹ, ഒരു രക്ഷകൻ, ഒരു വീണ്ടെടുപ്പുകാരൻ വരും. ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ ബോധപൂർവം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കാലഘട്ടം ശരിയായിട്ടില്ല, കാത്തിരിക്കുകയാണ്. അതിന് വേദപുസ്തകത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദം, അതിൻ്റെ ഒരു തലക്കെട്ടായിട്ട് അല്ലെങ്കിൽ സാധാരണ പറയുന്നത് ഒരു നിശബ്ദതയുടെ സംയമനത്തിൻ്റെ കാലം, ക്വയറ്റ് ഇൻ ദ ലാൻഡ്. ഇപ്പോഴാവശ്യമില്ലാതെ ശബ്ദമൊന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൻ്റെ സമയത്ത്, ദൈവത്തിൻ്റെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു രക്ഷകൻ, ഒരു മശിഹ, ഒരു വിടുതൽ നൽകുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ ഞങ്ങൾക്കായിട്ട് വരും. അന്ന് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് പ്രഖ്യാപിക്കത്തക്കവണ്ണം എല്ലാം യഥാസ്ഥാനപ്പെടും. അങ്ങനെ ജീവിക്കുന്ന ദൈവം പൈതലാം യേശുവിന് ഒരു രാജാതിരാജാവിനെ തിരിച്ചറിയുന്ന 2 മുതിർന്ന പൗരന്മാർ, ഒന്നൊരു സ്ത്രീ, മറ്റത് ഒരു പുരുഷൻ. ഒരു പക്ഷേ ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം, ഒരു ക്രോസ് സെക്ഷൻ എന്നൊക്കെ പറയുന്നത് അതിനെ ഇവിടെ കാണും. ഈ ശിമയോൻ എന്ന് പറയുന്നയാൾ ആരാണ്? ആധികാരികമായ എന്തെങ്കിലും രേഖകളുണ്ടോ? 23-ാമത്തെ വാക്യത്തിൽ
വളരെ ലാളിത്യത്തോടുകൂടെയുള്ള ഒരു 3-4 പദപ്രയോഗങ്ങളാണ്. യെരുശലേമിൽ ശിമെയോൻ എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും എടുത്തു പറയത്തക്ക യാതൊരു പ്രശസ്തിയും പദവിയും അദ്ദേഹത്തിനില്ല. ഒരു മനുഷ്യൻ ഒരു വലിയ സ്ഥാനം വഹിച്ചതായിട്ടോ ഒന്നും ഇദ്ദേഹത്തിന് പറയാൻ കൈമുതലൊന്നുമില്ല. പിന്നെ ഇദ്ദേഹം ആരാണ്? വേദശബ്ദരത്നാകരം ഡോക്ടർ ബാബു പോൾ എഴുതിയിരിക്കുന്ന ബൈബിൾ നിഘണ്ടു, അതിൻ്റെ പഠിക്കുന്ന പഠിതാക്കൾക്ക്, വേദപുസ്തകം തുടർന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്ക് ആ നിഘണ്ടുവിൻ്റെ 63-ാമത്തെ പേജിൽ അല്പം സുദീർഘമായ ഒരു വ്യാഖ്യാനമുണ്ട്. ഈ ശിമെയോൻ ഏശായുടെ കേട്ടെഴുത്തുകാരനായിരുന്നു. കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കുമെന്ന വാക്യം എഴുതിയെടുത്തപ്പോൾ സംശയാലുവാകുന്ന എഴുത്തുകാരൻ അത് ശരിയായ രീതി ശരിയാണോ എന്ന് ഇയാളുടെ ഉള്ളിൽ ഒരു സംശയമുണ്ടായി. അത് നിന്റെ സ്വന്തം കണ്ണാൽ നീ കാണും, അതുവരെ നീ മരിക്കയില്ല എന്ന് ഈ എഴുത്തുകാരനെ കുറിച്ച് ഒരു ഐതിഹ്യമുണ്ട്. ഒരു പക്ഷേ ആ ആളാണ് ഈ ശിമെയോൻ എന്ന് പറയുന്നയാൾ എന്നൊരു വ്യാഖ്യാനം അതിലുണ്ട്. 2, അന്ത്യോക്യയിൽ ജീവിച്ചിരുന്ന ഒരു ക്രൈസ്തവനാണ്. അദ്ദേഹത്തിന് പ്രവചനപരവും പ്രഭാഷണപരവും ഉണ്ടായിരുന്നു. അടുത്തതായിട്ട് ഒരു ഐതിഹ്യം കൂടെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഉണ്ട്. ഈ ശിമെയോൻ തന്നെയാണ് കുറേനക്കാരനായ ശിമോൻ. യേശു ക്രൂശ് വഹിച്ചുകൊണ്ട് കാൽവറിയിലേക്ക് പോകുമ്പോൾ സഹായത്തിന് ഈ കുറേനക്കാരനായ ശിമോനാണ് അടുത്തു വന്ന് യേശുവിനെ സഹായിച്ച വ്യക്തി എന്നും ഒരൈതിഹ്യം നിലവിലുണ്ട്. ഈ പശ്ചാത്തലങ്ങളിലൊക്കെ നിലവിലിരിക്കുമ്പോൾ ഈ സ്ഥാനത്ത് ശിമെയോൻ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? 3 വാക്കുകളിൽ സംക്ഷേപിക്കാം. ബൈബിളിൽ ആ ഭാഗം നമ്മൾ വായിച്ചപ്പോൾ ശിമെയോൻ നീതിമാനായ ഒരു സാധാരണ മനുഷ്യൻ, എ റൈച്ചിയസ് മാൻ. എന്നാൽ ഇംഗ്ലീഷ് പരിഭാഷയിൽ വരുമ്പോൾ മലയാളത്തിൽ അതില്ല, ഒരു പദം കൂടെ ചേർത്തിട്ടുണ്ട്. ദിസ് മാൻ വാസ് റൈച്ചിയസ് ആൻഡ് ഡിവോട്ടഡ്. അത് വിട്ടുകളയാനൊക്കത്തില്ല. ഇവൻ നീതിമാനാകുന്നു എന്നുള്ളതിനോടൊപ്പം തന്നെ ദൈവഭക്തനാകുന്ന ഒരാളാണ്. അവൻ്റെ ഏറ്റവും വലിയ നിക്ഷേപം, അവൻ്റെ നങ്കൂരം, അവൻ ദൈവത്തിൻ്റെ ഒരു ഭക്തനായ സാധാരണക്കാരനാണ്. രണ്ടാമത് ഈ ശിമെയോനെ കുറിച്ച് പറയുന്നത്, ഈ ശിമെയോൻ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവനായിരുന്നു. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ കൺസലേഷൻ ഓഫ് ഇസ്രായേൽ. ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ കൺസലേഷൻ ഓഫ് ഇസ്രായേൽ. ഈ സാധാരണക്കാരനാകുന്ന മനുഷ്യൻ അദ്ദേഹത്തിന് എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ദൗത്യത്തെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് എല്ലാവരും ദ കൺസലേഷൻ ഓഫ് ഇസ്രായേൽ,
തൻ്റെ ജനത്തിൻ്റെ ആശ്വാസം. താനൊരു ജനത്തെ പ്രതിനിധീകരിക്കുന്നയാളാണ്. എൻ്റെ കാര്യം മാത്രം ഞാൻ നോക്കുകയല്ല, എൻ്റെ ആ മുഖ്യമായ കടപ്പാടിൻ്റെ നേരെ നിശബ്ദതയുടേതായ ഒരു സാക്ഷ്യം വഹിക്കുമ്പോൾ എൻ്റെ ജനം നിൻ്റെ ജനമായി മാറണം. ഇത് വിലപ്പെട്ട ഒരു ചിന്തയാണ്. മൂന്നാമതായിട്ട് ഒന്നുകൂടെ മതി. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ ശ്ലാഘനീയമായിരിക്കാം. ഇതിൻ്റെ എല്ലാം പ്രേരക ഘടകമായി ഹോളി സ്പിരിറ്റ് റെസ്റ്റഡ് ഓൺ ഹിം. പരിശുദ്ധാത്മാവും അവൻ്റെ മേലുണ്ടായിരുന്നു. കുറച്ചുകൂടെ ഇംഗ്ലീഷ് പരിഭാഷയിൽ റെസ്റ്റഡ് ഓൺ ഹിം. അവനിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവസിച്ചിരുന്നു. നമ്മുടെ ചില പ്രത്യേക ശുശ്രൂഷകൾ നമ്മൾ വായിക്കുന്നത് ആ ലിറ്റർജിയിൽ കേട്ടിട്ടുണ്ട്, പൊരുന്നയിരുന്നു. അത് വന്ന് വിശ്രമിക്കണമെന്ന് ഒരിക്കൽ അൺഡിസ്റ്റർബ്ഡ്, സ്വസ്ഥത കെടുത്തുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരും വിശ്രമിക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി ഈ പാവപ്പെട്ടതായിരിക്കുന്ന മനുഷ്യൻ യാതൊന്നുമേ മനസാ വാച കർമ്മണ, ഒരു പക്ഷേ അല്പം ആലങ്കാരികമായി തീർന്നാൽ തന്നെയും ഇയാളുടെ ജീവിതത്തിൻ്റേതായ അന്തസത്ത ഈ യാഥാർത്ഥ്യങ്ങളാണ്. ഈ മൂന്ന് വാക്കുകൾ നമ്മൾ ഒരുമിച്ച് സംക്ഷേപിക്കുകയാണെന്ന് ഒരിക്കൽ, നീതിമാനാകുന്ന മനുഷ്യൻ അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. അനർഹമായിട്ടുള്ളതൊന്നും താൻ ആരുടെയും ആഗ്രഹിച്ചിട്ടില്ല, അത് എടുക്കാൻ താല്പര്യവുമില്ല. ഒപ്പം തന്നെ എല്ലാറ്റിൻ്റെയും പിമ്പിൽ ഒരു ഡിവോട്ടഡ്, ഒരു ഏകാഗ്രതയോടുകൂടിയ, ഒരു പക്ഷേ ഒരു വ്രതനിഷ്ഠയോടുകൂടിയ ദൈവം തമ്പുരാനോടുള്ള ഭക്തി ഈ ശിമയോനിലുണ്ടായിരുന്നു. അടുത്തത് നമ്മൾ വായിച്ചപ്പോൾ ലുക്കിംഗ് ഫോർവേഡ്, ഇന്നലകളിൽ ഏതോ പറഞ്ഞ് പുകഴുകയല്ല, നാളെകളെക്കുറിച്ചുള്ള ഒരു ശരിയായ ഉൾക്കാഴ്ചയാണ്. എനിക്കൊരു വിടുതൽ തരുന്ന ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, ഒരുപക്ഷെ വ്യക്തമായി പറഞ്ഞാൽ എല്ലാവർക്കും ഒരു വിടുതൽ ആവശ്യമാണ് എന്നുള്ള ഒരു വലിയ ഉൾക്കാഴ്ച. അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തി. ഇത് സീനിയർ സിറ്റിസൻസിനെ കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇതിന് സ്ഥാനമാനങ്ങളോ അംഗീകരണങ്ങളോ പ്രത്യേകമായ ചില ആനുകൂല്യങ്ങളോ മറ്റു പ്രശസ്തിയോ ആവശ്യമില്ല. ഒരു ലാളിത്യത്തിൻ്റെ അടിത്തറയിൽ ദൈവം തമ്പുരാനെ മുഖാമുഖമായി കണ്ട് ഒരു പ്രകാശത്തിൻ്റെ ഭാവിയെക്കുറിച്ച് കാത്തിരിക്കുന്ന മനുഷ്യൻ. അടുത്തത് നമ്മൾ പറഞ്ഞ് പൂർത്തീകരിക്കുമ്പോൾ ഹന്നായെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, ആദ്യം പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു സ്ഥാനമാണ്. ഫനുവേലിൻ്റെ മകൾ ഹന്ന എന്ന ഒരു പ്രവാചകി. ഇത് ലഭിക്കാവുന്ന ഒരു നല്ല ഒരു അംഗീകരണമാണ്. ഒരു സാധാരണ സ്ത്രീയല്ല. ദൈവ ഇഷ്ടം തിരിച്ചറിയുകയും ദൈവ ഇഷ്ടത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രവാചകി. എന്നാൽ ഈ വളരെ നല്ല ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ഒരു സ്ത്രീക്ക് വഹിക്കാവുന്നതിലധികം ജീവിതത്തിൻ്റെ ഒരു ഉമിത്തിയിൽ കൂടെ കടന്നുപോയ ഒരാളാണ് എന്ന് പറയാം. എന്താ അങ്ങനെ പറയാൻ കാര്യം?
ഹന്ന വാസ് എ വിഡു. 7 വർഷം ഭർത്താവിനോടുകൂടെ പാർത്തു. 84 സംവത്സരം വൈധവ്യം അനുഭവിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ, വളരെ വയസ്സ് ചെന്നപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും ഭാരമുണ്ടാക്കാതെ അവൾ ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു യാഥാർത്ഥ്യമാണ്. കൗൺസിലിംഗുകാരൊക്കെ കൗൺസിലിംഗ് നടത്തുമ്പോൾ വൈധവ്യം, ഭാര്യാഭർത്താക്കന്മാർ, മാതാപിതാക്കൾ പരസ്പരം കരുതിയും സ്നേഹിച്ചും ജീവിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഒരവസരത്തിൽ പങ്കാളി യാത്ര പറയും. അതനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആഴം, അതിൻ്റെ തീവ്രത, അതിൻ്റെ നമ്മെ ഞെരുക്കുന്ന, ശ്വാസം മുട്ടിക്കുന്ന ചില തിക്കുമുട്ടലുകൾ ആണതിൽ. അതിൽ പറയുന്നത്, ആകാശത്ത് പറക്കുന്ന ഒരു പക്ഷി അതിൻ്റെ ഒരു ചിറക് വെട്ടിയാൽ അതിന് നിലതെറ്റും. ആകാശത്തിൽ നിലനിൽപ്പില്ല. താഴെ നിലത്ത് വീണാൽ നിലത്ത് നടക്കുന്ന കാട്ടുകോഴിയെപ്പോലോ മറ്റേ പക്ഷിവർഗങ്ങളെ പോലല്ല. അവിടെ അതിന് നിലനിൽപ്പ് ഇല്ല. അതിനെ ഒളിക്കാനും രക്ഷപ്പെടാനും പറക്കുന്നതിന് പകരം ഓടാനും ഒന്നും അതിന് നിവൃത്തിയില്ല. ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, വൈധവ്യം, അത് സമൂഹം തിരിച്ചറിയേണ്ടതാണ്. അത് കുഞ്ഞുങ്ങൾ അവരുടെ ഒറ്റപ്പെട്ടു പോയ അമ്മയെക്കുറിച്ച് തിരിച്ചറിയേണ്ടതാണ്. ഒപ്പം തന്നെ അമ്മ മാത്രമല്ല, വീട്ടിലെ അപ്പൻ, അമ്മ കടന്നുപോയ വീട്ടിലെ അപ്പൻ, അദ്ദേഹത്തിൻ്റെ അവസ്ഥ ആഴത്തിൽ പഠിക്കുകയും അതിനെ നമ്മൾ വളരെ യാഥാർത്ഥ്യത്തോടുകൂടെ പള്ളിയിലായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും അവരവരുടെ കുടുംബങ്ങളിലാണെങ്കിലും കാണേണ്ടതായിട്ടുള്ള ഒരു സംഗതിയാണ്. ഷീ വാസ് 84 years old. ഡോക്ടർമാർ ഒക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെക്കുറിച്ച്, കാലഘട്ടങ്ങളെക്കുറിച്ച് 3 ഘട്ടങ്ങളായി വേർതിരിച്ച ഒരു പഠനമുണ്ട്. 1 മുതൽ 25 വയസ്സ് വരെയുള്ള പ്രായം, അത് ശാരീരികമായി മാനസികമായി ഒക്കെയുള്ള ഒരു ഫിസിക്കൽ ഗ്രോത്ത്. 25 വയസ്സാകുമ്പോൾ ഒരു പുരുഷനും സ്ത്രീ പൂർണ്ണ ശരീര വളർച്ചയാകുന്നു. ഒരു പക്ഷേ അവരുടെ വിസ്ഡം ട്യൂത്ത്, ആ അണപ്പല്ലുകൾ വരെ സാധാരണഗതിയിൽ 25 വയസ്സാകുമ്പോൾ അത് അതിൻ്റെ വളർച്ച പൂർത്തിയാകുന്നു. 25 മുതൽ 55 അല്ലെങ്കിൽ 60, അല്പം മാറിയാൽ ആയിക്കോട്ടെ, ആ കാലഘട്ടങ്ങൾ സിദ്ധികളുടേതായിട്ടുള്ള കാലഘട്ടമാണ്. ഓരോരുത്തരിലും അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ, സിദ്ധികൾ, താലന്തുകൾ, അതിൻ്റെ ഔന്നത്യത്തിലേക്ക് പോകുന്ന ആ ഗ്രാഫ് പരമാവധി പോവും. അവിടെയാണ് ആ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ആ കഴിവുകളുടെയും സിദ്ധികളുടെയും പല രീതിയിലുള്ള മനുഷ്യൻ്റെ ആ കാര്യങ്ങളിലേക്കുള്ളതായ ഒരു വളർച്ച ഉണ്ടാകുന്നു. ലാസ്റ്റായിട്ട് വരുമ്പോൾ 55 കൂടെ കഴിയുന്നതായിട്ടുള്ള അവസരത്തിൽ ആ ഗ്രാഫ് അവിടെ നിൽക്കുന്നു. ശരീരത്തിൻ്റെ
മനസ്സ് പോകുന്നിടത്ത് ശരീരം പോകുകയില്ല. അതിനെ സംബന്ധിച്ച് പല ആങ്സൈറ്റികൾ, വിഷമങ്ങൾ വരാം. ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഈ കാലഘട്ടവുമായി കഴിഞ്ഞു. പക്ഷെ അവർ ഉത്തരം കണ്ടുപിടിച്ചത് മേൽപ്പറഞ്ഞ രീതിയിലുള്ള പൂർണ്ണമായ ദൈവത്തിൻ്റെ ആശ്രയം. ഞാൻ ഈ ഭാഗം സമാപനമായിട്ട് കാണുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO കഴിഞ്ഞ ഞായറാഴ്ച സെപ്റ്റംബർ 14 ഹിന്ദു ദിനപത്രത്തിൻ്റെ 14-ാമത്തെ പേജിൽ ശ്രദ്ധേയമായ ഒരു പഠനം ഇന്നത്തെ ചലഞ്ചിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. WHO ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡോസ് അദ്ദേഹം പറയുന്നത് ഈ വരാൻ പോകുന്ന കാലഘട്ടത്തിൽ നമ്മെ ഭരിക്കുന്ന 3 ചലഞ്ചസാണ്: ആങ്സൈറ്റി, ഡിപ്രഷൻ ആൻഡ് ഇക്കണോമിക് ടോയ്. മനുഷ്യൻ്റെ നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠ, ഈ ഉത്കണ്ഠയോടുകൂടെ ചേർന്നുള്ള അവൻ്റെ വിഷാദം, ഒപ്പം ഇയാളുടെ കയ്യിൽ നിൽക്കാത്തതായിട്ടുള്ള നിലയിലുള്ള സാമ്പത്തികമായ വലിയ ചിലവുകൾ, ഭാരങ്ങൾ ഇയാൾക്കുണ്ടാവും. ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ട് അദ്ദേഹം പറയുന്നത് ഇതെല്ലാം പണം കൊണ്ടും സമ്പത്ത് കൊണ്ടും വൈദ്യശാസ്ത്രം കൊണ്ടും സാധിച്ചേക്കാം. അതിനപ്പുറമായി പൂർണ്ണമായൊരു സമാധാനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മെൻ്റൽ ഹെൽത്തിനോടുകൂടെ ചേർന്നുള്ള മനസമാധാനം എന്നുള്ളതാണ്. ആ മനസമാധാനം ആത്മീയ അടിത്തറയിൽ ഒരാൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ യാഥാർത്ഥ്യങ്ങൾ, ഉത്കണ്ഠയും വിഷാദവും സാമ്പത്തിക ഭദ്രതയുടെ ആഘാതങ്ങളും ഒപ്പം നമ്മളെ സമാധാനിക്കുന്നെങ്കിലും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവം തമ്പുരാൻ്റെ ഒരു സമാധാനം, അവിടെയാണ് ഈ വലിയ ചിന്തകളുടെ, ആഘാതങ്ങളുടെ, ചലഞ്ചസിൻ്റെ അടിത്തറ. അത് തിരിച്ചറിയാൻ സർവശക്തനാകും ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള എളിയ വാക്കുകളോടുകൂടെ ഈ ചെറിയ ആലോചനകളെ ദൈവനാമത്തിൽ ഞാൻ സംക്ഷേപിക്കുന്നു.